മുന്നോട്ട് പോകാതെ പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മൂവ്മെൻ്റ് എല്ലാം ആ രീതിയിലാണെന്ന് പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത അറിഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചാണ്. പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൻ്റെ ചുമതലയേൽക്കാൻ പോകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും ഉത്തർപ്രദേശിൻ്റെ ചുമതല. വലിയ തോതിലുള്ള ആരവം കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നിരുന്നു. പ്രിയങ്കയെ കൊണ്ടുവരണം, പ്രിയങ്കയെ കൊണ്ടുവന്ന് ഉത്തർപ്രദേശ് പിടിക്കണം, യോഗിയെ വീഴ്ത്തണം എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന റൈറ്റപ്പുകളൊക്കെ. മുമ്പും 2019 അന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിൻ്റെ ചുമതല നൽകിയിരുന്നു. അന്ന് മലയാള മാധ്യമങ്ങളിലൊക്കെ എല്ലാ ദിവസവും വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മനോരമയ്ക്കായിരുന്നു നിരന്തരം വാർത്തകൾ നൽകിയിരുന്നത്. അതായത് പ്രിയങ്ക വന്നു, ഇനി നോക്കണ്ട, ഉത്തർപ്രദേശ് BJPയുടെ കൈകളിൽ നിന്ന് പോകാൻ പോകുന്നു, പ്രിയങ്കയുടെ ഒരു തരംഗം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു, അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യത്തെക്കുറിച്ചൊക്കെയുള്ള പ്രത്യേക ആർട്ടിക്കിൾസൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ പ്രിയങ്ക വരുന്നു, പഴയ വോട്ടുകൾ, അതായത് OBC SC വോട്ടുകളും ഫോർവേഡ് കാസ്റ്റ് വോട്ടുകളും ഒക്കെ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുമെന്നൊക്കെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ദേശീയ തലത്തിലുള്ള ചില മാധ്യമങ്ങളും ആ രീതിയിലുള്ള റൈറ്റപ്പുകളൊക്കെ നൽകിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ, അതായത് 2019 ചാർജ് എടുത്തു, അത് കഴിഞ്ഞ് 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റാണ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത്. പ്രിയങ്കയുടെ ഒരു എഫക്റ്റ് കാരണം വെറും 2 സീറ്റ്, അതായത് മുമ്പുണ്ടായിരുന്ന സീറ്റ് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. വെറും 2% വോട്ടും 2 സീറ്റുമാണ് 2022 UP അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പിടിച്ചത്. അതായത് സ്ട്രൈക്ക് റേറ്റ് 10% പോലും ഇല്ല എന്നതാണ് ഒരു അവസ്ഥ. ആകെ മത്സരിച്ചിട്ട് വെറും 2 സീറ്റുകളാണ് ജയിക്കാൻ സാധിച്ചത്. അതായത് 403 അംഗ നിയമസഭയിലേക്കാണ് മത്സരം നടന്നത്. അവിടെയാണ് വെറും 2 സീറ്റ് കോൺഗ്രസ് പാർട്ടി നേടിയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണയും കോൺഗ്രസ്സിന് ഇതേ സാഹചര്യം തന്നെയായിരിക്കും. കാരണം 2019 പരാജയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇനി വന്നിട്ട് എന്ത് അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഒന്നാമത്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ലോയൽ വോട്ട് ബാങ്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ പാർട്ടികൾക്കും ഉത്തർപ്രദേശിൽ വ്യക്തതയുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പം RLD പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോലും ജാട്ട് വിഭാഗക്കാരുടെ ഒരു പിന്തുണയുണ്ട്. അതുകൂടാതെ SP ആണെങ്കിൽ OBC, അതായത് പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിറ്റിയായ മുലായം സിംഗ് യാദവിൻ്റെ ഫാമിലിയുടെ കമ്മ്യൂണിറ്റിയായ, അല്ലെങ്കിൽ അഖിലേഷിൻ്റെ കമ്മ്യൂണിറ്റിയായ യാദവർ, അതിനൊപ്പം മുസ്ലിം വോട്ടും. ഇത് ചേരുമ്പോൾ ഏതാണ്ട് ഒരു 30-32% വരും UPയിലെ ആകെയുള്ള ജനസംഖ്യയിൽ. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു സ്വാധീനം, അത് തന്നെയാണ് മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കിയിട്ട് SP മാറ്റുന്നത്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് ഫോർവേഡ് കാസ്റ്റിൻ്റെ വോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ലഭിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ OBCകളിലേക്ക്, പ്രത്യേകിച്ച് യാദവരല്ലാത്ത OBC ഗ്രൂപ്പുകളുടെ പിന്തുണ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് BJPക്കാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് BJP ഒരു വലിയ തിരിച്ചുവരവൊക്കെ ഒരു 10 വർഷം മുമ്പ് നടത്തിയത് ഈ OBC വോട്ടിൻ്റെ ഒരു ബലത്തിലായിരുന്നു. പിന്നെ SC വോട്ടുകൾ, മായാവതിയുടെ BSP ഇപ്പോൾ വലിയ തകർച്ചയിലാണ്, ഏതാണ്ട് വിസ്മൃതിയിലാണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ വോട്ടുകളും, അതായത് വലിയൊരു വിഭാഗം ദളിത് വോട്ടുകളും ആകർഷിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പെർഫോമൻസ് ആയിരിക്കും കോൺഗ്രസിന് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകുന്നത്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഒരു ഗുണം കൊണ്ടല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടല്ല, അത് SP-ക്കൊപ്പം മത്സരിച്ചതിൻ്റെയും പിന്നെ BJPയിലെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, RSS വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അവിടെയാണെങ്കിലും കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ല. കാരണം കോൺഗ്രസിന് ഒരു 2-3% വോട്ട് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി തന്നെയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് 9% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് SP-ക്കൊപ്പം ചേർന്നതിൻ്റെ ഒരു എഫക്റ്റ് മാത്രമാണ്. ബീഹാറിലെ അതേ സിറ്റുവേഷൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ കാത്തിരിക്കുന്നത് UPയിലും. കാരണം കോൺഗ്രസിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഇല്ല. ഒരു പ്രത്യേക വിഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കാനില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് വലിയ പ്രോബ്ലം തന്നെയാണ്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇലക്ടോറലി ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റില്ല എന്നതാണൊരു വസ്തുത. പണ്ടൊക്കെ ആണെങ്കിൽ മുസ്ലിം വിഭാഗക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായി അവർ SP-ക്കൊപ്പമാണ്. പിന്നെ MIM പോലത്തെ പാർട്ടികൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അസാധ്യമായ ഒരു ടാസ്ക് തന്നെയാണ് UPയിൽ നിൽക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു 10 സീറ്റ് നേടാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം അതായിരിക്കണം അവരുടെ ഒരു ടാർഗറ്റ്. അല്ലാതെ UPയിൽ ഭരണം പിടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കാർ പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. അതിന് പിന്നെ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ
പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളൊക്കെ യു പിയിൽ ഉൾപ്പെടെയുണ്ട്. അവരെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം രാഹുലിന് ഇനി പ്രതീക്ഷയില്ല. അപ്പോൾ പ്രിയങ്ക ഇറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഒരു തവണയും കൂടെ ശ്രമിച്ചു നോക്കുക എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ലാസ്റ്റ് റേ ഓഫ് ഹോപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പം കുറേ ആളുകൾ, പ്രത്യേകിച്ച് ഇമ്രാൻ മസൂദിനെ പോലുള്ള ലീഡേഴ്സ് യു പിയിൽ നിന്നുള്ള, പിന്നെ അജയ് റായ് ഉൾപ്പെടെ ആ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് UPCC അധ്യക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിൻ്റെ ഒരു ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നീക്കമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ യു പിയിൽ പോയി പ്രിയങ്ക ഗാന്ധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. വരുന്ന അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു അവസ്ഥ വരാനാണ് സാധ്യത. കാരണം SP സംബന്ധിച്ച് SP യാതൊരു താല്പര്യവുമില്ല. കാരണം അവർക്കറിയാം RJDക്ക് നേരിട്ട പ്രശ്നങ്ങൾ. കാരണം RJD കോൺഗ്രസിനെ വിശ്വസിച്ച് 60ഓളം സീറ്റുകൾ കൊടുത്തു, എന്നിട്ട് 10 സീറ്റുകൾ പോലും ജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിദയനീയമാണ്. അതായത് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഇല്ല. RJDയുടെ വോട്ട് കിട്ടി എന്തെങ്കിലും കുറച്ച് സീറ്റുകൾ നേടിയിട്ട് എന്ത് കാര്യമാണ്, തിരിച്ച് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കണം. അത് തന്നെയാണ് ഇപ്പോൾ SP നേരിടുന്ന പ്രശ്നം. കാരണം SP ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് BJPക്കെതിരെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാൽക്കുലേഷൻ അവരുടെ ലീഡേഴ്സിനുണ്ട്, പ്രത്യേകിച്ച് അഖിലേഷ് യാദവിന് ഉൾപ്പെടെ. കാരണം കോൺഗ്രസ് ഒരു ബാധ്യതയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരിക്കലും നടക്കാത്ത കുറേ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു റിയലിസ്റ്റിക് അല്ലാത്ത സംഭവങ്ങൾ, വോട്ട് ചോരി, ഇതെല്ലാം ജനങ്ങളാകെ മടുത്തിരിക്കണം. കാരണം ജനങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളത് SP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടികളിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കേൾക്കുന്നത് BSPയുമായിട്ടൊരു സഖ്യം നടക്കുമോ എന്നൊക്കെയാണ്. കാരണം യു പിയിൽ SP പിന്തുണച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പണി പാടുമെന്ന് നന്നായിട്ട് അറിയാം അവിടുത്തെ നേതാക്കൾക്ക്. അപ്പം BSPയുമായി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് പറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത്. BSP ആണെങ്കിൽ ഏതാണ്ട് ഒരു നിർജീവ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മായാവതിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പം ഇതാണ് സാഹചര്യം. അവിടെയാണ് പ്രിയങ്ക ഗാന്ധി വന്ന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറയുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി UPയുടെ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പിന്നോട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. അല്ലാതെ ഒരു പടി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ആരും കരുതുന്നില്ല. പിന്നെ പാർട്ടിക്കിടയിലെ ചില വിഷയങ്ങൾ, ആന്തരിക യുദ്ധങ്ങൾ, രാഹുൽ ഗാന്ധിയോടുള്ള അതൃപ്തി, അപ്പം അതിനെയൊന്ന് ബാലൻസ് ചെയ്യാൻ ചില നേതാക്കൾ പ്രിയങ്കയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതൊരു ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. അല്ലാതെ പുറത്ത് ആരും ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കാണില്ല എന്നുള്ളത് ഉറപ്പായ ഒരു സംഭവം തന്നെയാണ്.